കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ ദൈവാമൃതം സ്നേഹം മധുവായി പകരാനിറങ്ങിയ നല്ലവൻ ഒരു നല്ലവൻ ഇവൻ സ്നേഹം മായവൻ ഒരു നല്ലവൻ ഒരു സ്നേഹിതൻ ഇവന് ദൈവം തന്നതാ മാനവരുന്ന രക്ഷ നേടാനാ തൻ ജീവനെ നിരസ്നേഹമോടെ സ്വർഗദാതാ വരു 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 സ്വർഗദാതാ നിന്റെ സ്നേഹം തരു 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 സ്നേഹം മധുവായി പകരാനിറങ്ങിയ നല്ലവൻ ഒരു നല്ലവൻ ഇവൻ സ്നേഹം മായവൻ ഒരു നല്ലവൻ ഒരു സ്നേഹിതൻ ഇവന് ദൈവം തന്നതാ മിഴികൾ
സ്വർഗനാഥ നിന്റെ സ്നേഹം തരു 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 സ്നേഹം മധുവായി പകരാനിറങ്ങിയ നല്ലവൻ ഒരു നല്ലവൻ ഇവൻ സ്നേഹം മായവൻ ഒരു നല്ലവൻ ഒരു സ്നേഹിതൻ ഇവന് ദൈവം തന്നതാ സ്നേഹം മധുവായി പകരാനിറങ്ങിയ നല്ലവൻ ഒരു നല്ലവൻ ഇവൻ സ്നേഹം മായവൻ ഒരു നല്ലവൻ ഒരു സ്നേഹിതൻ ഇവന് ദൈവം തന്നതാ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള തിരുവചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കാണാൻ സാധിക്കും. യേശു ഗനസേരുടെ നാട്ടിലേക്ക് വരുമ്പോൾ പിശാചു ബാധിച്ച ഒരുവൻ യേശുവിൻ്റെ മുൻപിലേക്ക് വരുന്ന കാണാൻ പറ്റും. അവൻ്റെ പേര് ലെഗിയോൻ. ലെഗിയോൻ എന്ന പിശാചു ബാധിതൻ, അവനെക്കുറിച്ച് വിശുദ്ധ വചനം ഇങ്ങനെയാണ് പറയുക: ശവകുടീരങ്ങളിലായിരുന്നു അവൻ പാർത്തിരുന്നത്. അവനെ നിയന്ത്രിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. തന്നെ തന്നെ മുറിപ്പെടുത്തുക, അലറി വിളിക്കുക, ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചിട്ട് പോലും ആർക്കും അവനെ ഒതുക്കി നിർത്താൻ സാധിച്ചില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ലെഗിയോൻ എന്ന പിശാചു ബാധിതൻ, ആ ലെഗിയോന്റെ ചില സ്വഭാവം, ലെഗിയോന്റെ സാഹചര്യം, ജീവിത രീതി, അവൻ കിടന്ന സ്ഥലം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വചനഭാഗമാണത്. ലെഗിയോൻ എന്ന ഒരു വ്യക്തി, അവൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് അസ്വസ്ഥത, ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത വ്യക്തിയായിരുന്നു ലെഗിയോൻ എന്ന പിശാച് ബാധിതൻ. നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഇതുപോലെ ചില ലെഗിയോൻ സ്വഭാവ ശൈലികൾ നമുക്ക് കാണാനായിട്ട് പറ്റും.
ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത ചില വ്യക്തിത്വം, നമ്മളെ ഒതുക്കി നിർത്താൻ ആർക്കും കഴിയില്ല, തന്നെ മുറിപ്പെടുത്തുക, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന സ്വഭാവ വൈകല്യങ്ങളും ശൈലിയും നമ്മുടെ ആത്മീയ ജീവിതത്തിലും കടന്നുകൂടാറുണ്ട്. പ്രിയ ദൈവജനമേ, നമ്മൾ നടപടി പുസ്തകം 1-ാം അധ്യായം 8 വരുമ്പോൾ കാണാൻ പറ്റും, കർത്താവായ യേശു സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയായിലും സമരിയായിലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട ശിഷ്യന്മാര് സെഗിയോൻ ഊട്ടുശാലയില് പരിശുദ്ധ അമ്മയോട് ചേർന്ന ദിവസങ്ങൾ കാത്തിരുന്നു പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി. ആ സെഗിയോൻ ഊട്ടുശാലയില് പരിശുദ്ധാത്മ നിറവിന് വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങി കാത്തിരുന്ന ശിഷ്യന്മാര്, പ്രത്യേകിച്ച് നമുക്ക് കാണാൻ പറ്റും പത്രോസ്ലിഹായുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇതുപോലെയാണ്. ചില സ്വഭാവം, എടുത്തുചാട്ടം, പെട്ടെന്ന് ആലോചിക്കാതെയുള്ള തീരുമാനങ്ങൾ. പത്രോസ്ലിഹായുടെ ജീവിതത്തിൽ ഇതുപോലെ ചില സ്വഭാവങ്ങൾ കാണാൻ പറ്റും. ദുശാട്ടിക്കാരൻ, എടുത്തുചാട്ടക്കാരൻ. അപ്പോൾ എങ്ങനെയുള്ള ചില സ്വഭാവ ശൈലികൾ പത്രോസ്ലിഹായ്ക്കുണ്ടായിരുന്നു. എന്നാൽ സെഗിയോൻ ഊട്ടുശാലയിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പത്രോസും സ്ലീഹന്മാരും എല്ലാവരും ആത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് നിറവ് ലഭിച്ചവര് ലോകം മുഴുവൻ കർത്താവിൻ്റെ സ്നേഹവുമായിട്ട് ഓടുകയാണ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയാണ്. നമുക്കും ചില വ്യക്തിത്വം, സ്വഭാവം, ശൈലികൾ നമ്മുടെ ആത്മീയ ജീവിതത്തിലുണ്ട്. ആരുടെയും തിരുത്തുകൾ നമുക്കിഷ്ടമല്ല, ആരും നിയന്ത്രിക്കാൻ നോക്കി ഇഷ്ടമല്ല. നമ്മൾ മറ്റുള്ളവരെ മുറിപ്പെടുത്തി സംസാരിക്കുന്ന ചില സ്വഭാവ വൈകല്യങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിലുണ്ടാവാം. സ്വയം മുറിപ്പെടുത്തി എനിക്ക് എന്നെ ഒന്നിനും കൊള്ളില്ല, എന്നെ ആർക്കും വേണ്ട എന്നുള്ള നെഗറ്റീവ് ചിന്തകൾ, മറ്റുള്ളവർ എന്ത് നന്മ കണ്ടാലും ചിലപ്പോൾ നമ്മൾ അതിനെ വിമർശിക്കുകയും കുറ്റം പറയുകയും ചെയ്യുന്ന സ്വഭാവങ്ങൾ, മറ്റുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ചില അലറി വിളിക്കുന്ന വ്യക്തിത്വം നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മുടെ ജോലിയിടങ്ങളിൽ, നമ്മൾ ചെല്ലുന്ന സ്ഥലങ്ങളിൽ ഒക്കെ നമ്മൾ മൂലം പലരും ഇന്ന് അസ്വസ്ഥത അനുഭവിക്കാറുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഇതുപോലെയുള്ള ചില വൈകല്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും കടന്നു വരാം. മറ്റുള്ളവരെ അസ്വസ്ഥപ്പെടുത്തുന്ന, മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന, സ്വയം വിമർശിക്കുന്ന, മുറിപ്പെടുത്തുന്ന ചില സ്വഭാവം ആത്മീയ ജീവിതത്തിൽ കാണാറുണ്ട്. പ്രിയ ദൈവമക്കളെ, നമ്മളെ യഥാർത്ഥ സെഗിയോൻ അനുഭവത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തി, പരിശുദ്ധാത്മാവിനാൽ നിറയുന്ന വ്യക്തി, അവൻ്റെ ആത്മീയ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്ന, പരിശുദ്ധാത്മാവിൽ നിറയുന്ന ഒരു വ്യക്തിയായി തീരുന്നുവെങ്കിൽ പിന്നെ ആ വ്യക്തിയെ നയിക്കുന്നത്, നടത്തുന്നത് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയാണ്. നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ, നമ്മുടെ വീട്ടിൽ ഒക്കെ പല അസ്വസ്ഥതകളും നമ്മൾ സൃഷ്ടിക്കാറുണ്ട്. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്നത് അതല്ല പ്രിയപ്പെട്ടവരെ. ലെഗിയോനിൽ നിന്ന് സെഗിയോനിലേക്കുള്ള ഒരു യാത്രയാണ് നമ്മുടെ ആത്മീയ ജീവിതം. യഥാർത്ഥ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ആത്മീയ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് പിന്നെ ആ വ്യക്തിയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ലെഗിയോന്റെ സ്വഭാവം, വ്യക്തിത്വം, ചില വൈകല്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റിയിട്ട് പരിശുദ്ധാത്മാവിനാൽ നിറയുന്ന, പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുന്ന ഒരു ആത്മീയ ജീവിതം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് കാണാൻ പറ്റും പത്രോസും മറ്റു ശിഷ്യന്മാരും. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ വ്യക്തി ലോകം മുഴുവൻ ഓടുകയാണ്, കർത്താവിന് വേണ്ടി സാക്ഷിയാകുകയാണ്, കർത്താവിന് വേണ്ടി ജീവൻ ബലി കഴിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളെ പരിശുദ്ധാത്മാവ് രൂപപ്പെടുത്തുമ്പോൾ, നമ്മളെ പരിശുദ്ധാത്മാവ് ഏറ്റെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ജീവിതം അപ്പാടെ മാറിമറിയും. പിന്നെ അവൻ്റെ ചിന്ത, അവൻ്റെ സംസാരം, ആ വ്യക്തിയുടെ ഏത് സാഹചര്യത്തിലാണെങ്കിലും ആ വ്യക്തിയെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് നിറയുന്ന ഒരു അനുഭവം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, നമ്മുടെ
കുടുംബത്തിലേക്ക്, നമ്മുടെ ജോലിയിടങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മളെ പരിശുദ്ധാത്മ നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവരെ നമുക്ക് കരുണയോടെ സ്നേഹിക്കാൻ, അവരുടെ മുൻപിൽ ശുശ്രൂഷ മേഖലകളിൽ, നമ്മുടെ കുടുംബത്തിൽ, ജോലിയിടങ്ങളിലൊക്കെ കർത്താവിന് സാക്ഷിയാവാൻ, കർത്താവിന് വേണ്ടി സമയം, ആരോഗ്യം, സമ്പത്ത്, കഴിവുകൾ മാറ്റിവെക്കാനായിട്ട് കഴിയും. ഹല്ലേലൂയ. പുതിയ സൃഷ്ടിയാക്കി പരിശുദ്ധാത്മ നമ്മളെ മാറ്റുകയാണ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്ന വ്യക്തിയെ പരിശുദ്ധാത്മാവ് പുതിയ വഴികളിലേക്ക്, പുതിയ മേഖലകളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുചെല്ലും. നമ്മൾ കാണാൻ പറ്റും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 14-ാമത്തെ തിരുവചനം മുതൽ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ പറ്റും, ഈശോ കരയ്ക്കിറങ്ങിയപ്പോൾ അനേകം പേര് അവൻ്റെ ചുറ്റിലും ഓടിക്കൂടി. അവന് അവരോട് അലിവ് തോന്നി, കരുണ തോന്നി. കാരണം അവരുടെ ഇടയിലെ രോഗികളെ അവൻ സുഖപ്പെടുത്തി. കരുണയുടെ കണ്ണുകൊണ്ട് കർത്താവായ യേശു അവരുടെ ജീവിതങ്ങളെ, അവരുടെ ഹൃദയത്തെ വായിച്ചറിഞ്ഞു. അവിടുത്തെ രോഗികളെ, ദുഃഖിതരെ, കണ്ണീർ വറ്റിയവരെ യേശു നോക്കുകയാണ്, അവരുടെ ഹൃദയങ്ങളെ വായിക്കുകയാണ്. തമ്പുരാൻ അലിവ് തോന്നി അവരെ സുഖപ്പെടുത്തുകയാണ്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയാണ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ വ്യക്തിക്ക് സ്നേഹിക്കാൻ പറ്റും, കരുണ കാണിക്കാൻ പറ്റും. നമ്മുടെ കൂടെയുള്ളവരുടെ ജീവിതങ്ങളെ, ഹൃദയങ്ങളെ കരുണയുടെ കണ്ണുകൊണ്ട് വായിച്ചറിയാൻ പറ്റും. ഇത് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നതിൻ്റെ അടയാളമാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനും ഇതുപോലെയാണ്. പരിശുദ്ധാത്മാവിന് ചെവി കൊടുക്കുന്ന വ്യക്തിക്ക് പരിശുദ്ധാത്മാവ് പുതിയ ശുശ്രൂഷ മേഖലകൾ പരിശുദ്ധാത്മാവ് തുറന്നു തരും. ഞങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ കർത്താവ് ഇടപെട്ട അനേകം വഴികളുണ്ട്. ഞങ്ങൾ കുടുംബമായിട്ടൊരു മിഷനായിട്ട്, ഫാമിലി മിഷനായിട്ട് തിരഞ്ഞെടുത്തപ്പോൾ ഞങ്ങളുടെ കൂടെ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട, ആരോരുമില്ലാത്ത, പ്രായം ചെന്ന അമ്മമാരെ ചേർത്ത് പിടിച്ച് ഒരു കൊച്ചു ഭവനം ആരംഭിച്ചു. ആ ഭവനത്തിലെ അമ്മമാരെ സ്നേഹിക്കാൻ, ശുശ്രൂഷിക്കാൻ കർത്താവ് ഞങ്ങളിലൂടെ കരുണയുടെ കരമായി, കണ്ണുകളായി, ഹൃദയമായി കർത്താവ് ഞങ്ങളെ മാറ്റി. പ്രിയ ദൈവമക്കളെ, അപ്പോൾ കർത്താവ് മറ്റൊരു മിഷൻ കൂടി തുറന്നു തന്നു. പൊതിച്ചോറുകൾ ഉണ്ടാക്കി അതുപോലെ 3 സിറ്റിയിലൂടെ വിതരണം ചെയ്യുക. പാവപ്പെട്ടവര്, രോഗികള്, ദുഃഖിതര്, വിശന്ന് തളർന്ന് അലയുന്നവര്, അവരുടെ ഇടയിലേക്ക് കർത്താവ് ഒരു ശുശ്രൂഷയുടെ വഴി തുറന്നു. പ്രിയ ദൈവമക്കളെ, ഞാൻ ഓർക്കുകയാണ്, കഴിഞ്ഞ ക്രിസ്തുമസ് ദിനത്തിൽ സിറ്റിയില് കടകളെല്ലാം അടച്ചിട്ടിരിക്കുന്നു, ഭക്ഷണം കിട്ടാതെ അനേകര് വിശന്ന് തളരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ഞങ്ങൾ പൊതിച്ചോറുമായിട്ട് അങ്ങോട്ട് കടന്നു ചെല്ലുകയാണ്. അപ്പോൾ ശ്രദ്ധിച്ചു, ഒരു കടയുടെ, അടച്ചിട്ടിരിക്കുന്ന ഒരു കടയുടെ വരാന്തയിൽ ഒരു പ്രായം ചെന്ന മനുഷ്യൻ ഇരിക്കുകയാണ്. മണിക്കൂറുകളായി അദ്ദേഹം ഇരിക്കുന്നു, വിശക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി ഒരു പൊതിച്ചോറുമായിട്ട് ഓടിയെടുത്ത് അദ്ദേഹത്തിന് പൊതിച്ചോറ് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ അപ്പുറത്തേക്ക് മാറിയിരുന്ന് സാവകാശം കഴിക്കുക, ഞങ്ങൾ അങ്ങോട്ട് മറ്റു പൊതിച്ചോറുകൾ വിതരണം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോകുകയാണ്. പുറകോട്ട് തിരിഞ്ഞു നടന്നപ്പോൾ പ്ലാസ്റ്റിക് കവറിലുള്ള ഈ പൊതിച്ചോറ് അടിക്കുന്നൊരു സ്വരം കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കാണാൻ പറ്റുന്നത് ആർത്തിയോടെ പൊതിച്ചോറ് അദ്ദേഹം തുറന്ന് വാരി വലിച്ച് അദ്ദേഹം ആർത്തിയോടെ ഭക്ഷണം കഴിക്കുകയാണ്. അന്ന് ചിക്കൻ ബിരിയാണി ആയിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഭക്ഷണം കഴിക്കുന്ന കണ്ട് ഞങ്ങളുടെ വണ്ടിയിൽ കരുതിയിരുന്ന കുപ്പിവെള്ളവുമായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നിട്ട് വായിൽ വെള്ളമൊഴിച്ച് കൊടുത്തു. എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന് എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല. ക്രിസ്തുമസ് ദിനത്തിൽ ഒരു മനുഷ്യൻ ദാഹത്തോടെ, വിശപ്പോടെ ഇതാ ഒരു കടയുടെ വരാന്തയിൽ ഇതാ വളരെ ഭാരത്തോടെ ഇരിക്കുകയാണ്. ആ മനുഷ്യൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെന്നു. ആ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് എൻ്റെ കൈകാലുകൾക്ക് സ്വാധീനക്കുറവുണ്ട്, കാലുകൾ തളർന്നിരിക്കുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ മക്കളും ഭാര്യയുമെല്ലാം എന്നെ ഇറക്കി വിട്ടിരിക്കുകയാണ്. ഇനി എനിക്ക് ഈ ബസ് സ്റ്റാൻഡും ഈ ടൗണും മാത്രമേ ഉള്ളൂ എൻ്റെ അഭയകേന്ദ്രം. പ്രിയ ദൈവമക്കളെ, ആ മനുഷ്യൻ പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു അനുഭവമാണിത്. ഇന്ന് ഭക്ഷണമില്ലാതെ തളർന്നിരുന്നപ്പോൾ ഇന്ന് ഭക്ഷണവുമായിട്ട് ദൈവമാണ് നിങ്ങളെ ഇങ്ങോട്ട് അയച്ചത്. അദ്ദേഹത്തോട് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഇന്ന്
കരുണാസമ്പന്നനായ ദൈവം ഭൂമിയിലേക്ക് മനുഷ്യനായി ജനിച്ച ദിവസമാണ് ഇന്ന്. അദ്ദേഹം ഒരു തമിഴ് സഹോദരനായിരുന്നു. അദ്ദേഹം വാവിട്ട് കരഞ്ഞു. അദ്ദേഹം വാവിട്ട് കരഞ്ഞുകൊണ്ട് ആ ഭക്ഷണം കഴിച്ചിട്ട് അദ്ദേഹം വളരെ സ്നേഹത്തോടെ ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കി. ഞങ്ങൾ പറഞ്ഞു, അതെ, ഇന്ന് കർത്താവായ യേശു ജനിച്ച ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ ആ ഭക്ഷണം കൊടുത്തിട്ട് തിരിച്ചു നടക്കുമ്പോൾ റോഡിന് എതിർവശത്തുള്ള ഓറഞ്ച് വിൽക്കുന്ന ആ കച്ചവടക്കാരനോട് അദ്ദേഹം വിളിച്ചു പറയുകയാണ്, ഇന്ന് പെരിയ ഉത്സവം, യേസപ്പ പിറന്ന ദിനം. ഇദ്ദേഹം പറയുകയാണ്, ഇന്ന് പെരിയ ഉത്സവമാ, യേസപ്പ പിറന്ന ദിനമാ. പ്രിയ ദൈവമക്കളെ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ വ്യക്തിക്ക് കരുണ കാണിക്കാൻ കഴിയും, സ്നേഹിക്കാൻ കഴിയും, നമ്മുടെ സമ്പത്തും ആരോഗ്യവും സമയവും പകുത്തു കൊടുക്കാനായിട്ട് കഴിയും. കർത്താവ് പുതിയ വഴികൾ തുറന്ന് നമ്മളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ കരുണയുടെ ശുശ്രൂഷ ചെയ്യാൻ നമുക്ക് സാധിക്കും. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ കരുണയുടെ വർഷത്തിന് മുമ്പ് കരുണയുടെ മുഖം എന്ന ഡിക്രിയിൽ ഇപ്രകാരം എഴുതി, കരുണാസമ്പന്നനായ ദൈവത്തിൻ്റെ കരുണയുടെ മുഖമാണ് കർത്താവായ ഈശോ. പിതാവായ ദൈവത്തിൻ്റെ കരുണയുടെ മുഖമാണ് കർത്താവായ ഈശോ. കരുണയുടെ മുഖമായ യേശുവിൻ്റെ കരുണയുടെ കരവും മുഖവും കൈകളും കാലുകളുമാണ് നമ്മൾ ഓരോരുത്തരും. പ്രിയ ദൈവജനമേ, കർത്താവ് നമ്മോട് ചോദിക്കുകയാണ്, കരുണാസമ്പന്നനായ ദൈവത്തിൻ്റെ കർത്താവായ യേശുവിൻ്റെ കൈകളും കാലുകളും ഹൃദയവും അധരവും ഒക്കെയായി മാറാൻ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്ത് കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്ത് അയക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ സാഹചര്യമില്ല, എനിക്ക് പ്രവർത്തിക്കാൻ സമയമില്ല എന്നൊക്കെ പറയുമ്പോഴും ഇന്ന് കർത്താവിൻ്റെ കരുണ സ്വീകരിച്ച നാം, കർത്താവിൻ്റെ സ്നേഹം സ്വീകരിച്ച നാം, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ നാം ഇന്ന് അനേകം പേരിലേക്ക് കടന്നു ചെല്ലാൻ, സ്നേഹിക്കാൻ, ജീവിത പങ്കാളിയോട്, മക്കളോട്, നമ്മുടെ കുടുംബത്തോട് കരുണ കാണിക്കാൻ, അയൽപക്കത്തുള്ളവരോട്, വേദനിക്കുന്നവരോട്, രോഗികളോട്, വിശപ്പ് അനുഭവിക്കുന്നവരോട് കരുണയാകാൻ പരിശുദ്ധാത്മാവ് നമ്മെ നിർബന്ധിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ വ്യക്തി ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ആത്മീയ ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിയില്ല. വിശുദ്ധ മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അന്ത്യവിധിയിൽ കർത്താവ് ഇടതുഭാഗത്തുള്ളവരോട് പറയുന്നുണ്ട്, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, ഞാൻ വിശപ്പ് അനുഭവിക്കുന്നവനായിരുന്നു, എനിക്ക് ദാഹമുള്ളവനായി നിങ്ങളുടെ അടുക്കൽ വന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല, എനിക്ക് കുടിക്കാൻ വെള്ളം തന്നില്ല, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല, പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല. പ്രിയ ദൈവമക്കളെ, ഇന്ന് നമ്മുടെ മുൻപിൽ കർത്താവ് കാണിച്ചു തരുന്ന, കർത്താവ് ഒരുക്കിയിരിക്കുന്ന അനേകം വയലുകളുണ്ട്, അനേകം മേഖലകളുണ്ട്. കരുണയാകാൻ, സ്നേഹിക്കാൻ, പകുത്തു കൊടുക്കാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. നമ്മുടെ വീട്ടിൽ ഒരുപക്ഷെ കാരാഗ്രഹത്തിൽ കിടക്കുന്ന നമ്മുടെ മാതാപിതാക്കളായിരിക്കാം. വീടിൻ്റെ ഏതെങ്കിലും ഒരു മുറിയിൽ ശ്രദ്ധിക്കപ്പെടാതെ, സ്നേഹം കിട്ടാതെ, ശ്രദ്ധിക്കപ്പെടാതെ അനേകം മാതാപിതാക്കൾ കിടപ്പുണ്ടായിരിക്കാം. ഇന്നൊരുപക്ഷെ നമ്മുടെ ജീവിത പങ്കാളിയോട് കരുണ കാണിക്കാനോ സ്നേഹിക്കാനോ ആവശ്യമുള്ള സ്നേഹം പകുത്തു കൊടുക്കാനോ കഴിയാതെ അവൾ ദാഹിക്കുന്നുണ്ടായിരിക്കാം. പ്രിയ ദൈവമക്കളെ, ഇന്ന് നമ്മുടെ വീട്ടിലെ പ്രിയപ്പെട്ടവരുടെ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരുടെ കുറവുകൾ ഒന്ന് മറച്ചു പിടിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. നഗ്നത എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം കുറവുകൾ എന്ന. നമ്മുടെ ജീവിത പങ്കാളിയുടെ, മക്കളുടെ, കൂടെ ജീവിക്കുന്നവരുടെ കുറവുകൾ മറച്ചു പിടിച്ച്, കുറവുകൾ നികത്തി അവരെ പൊതിഞ്ഞു പിടിക്കുന്ന കരുണയുടെ വക്താക്കളാവാൻ കർത്താവ് നമ്മോട് പറയുകയാണ്. ഹല്ലേലൂയ. ഇന്നും നമ്മുടെ വീട്ടിൽ തകർന്ന കാരാഗ്രഹത്തിൽ പരദേശിയെ പോലെ നമ്മുടെ ഇടങ്ങളിൽ അനേകം പേരുണ്ട്. അവരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലാൻ, അവരുടെ ഇടയിലേക്ക് നമ്മൾക്ക് എത്തിപ്പെടാൻ പരിശുദ്ധാത്മാവ് നമ്മെ നിർബന്ധിക്കുക. പ്രിയ ദൈവമക്കളെ,
കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ദേവാലയങ്ങളിൽ. സ്നേഹാസക്തമായ ലോകത്തെ സ്നേഹിക്കാൻ ഞങ്ങളുടേതല്ലാതെ ഹൃദയം നിനക്ക് വേറെയില്ല. നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിക്കാൻ ദൈവമേ ഞങ്ങളുടേതല്ലാതെ കൈകളും കരങ്ങളും നിനക്ക് വേറെയില്ല. ഈ ലോകത്തോട് നിന്റെ സ്നേഹം കരുണ പറയാൻ ഞങ്ങളുടേതല്ലാതെ അധരം നിനക്ക് വേറെയില്ല. പ്രിയ ദൈവമക്കളെ, കണ്ണും കാതും കരങ്ങളും ഹൃദയവും എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അവൻ്റെ സാക്ഷിയാവാനും ലോകത്തോട്, രോഗികളോട്, പ്രിയപ്പെട്ടവരോട്, തടവറയിലും പരദേശാവസ്ഥയിലും രോഗപീഠയിലും കാരാഗ്രഹത്തിലും വിശക്കുന്നവനും ദാഹിക്കുന്നവനുമായിട്ട് കിടക്കുന്ന നമ്മുടെ കൂടെയുള്ളവരെ, അടുത്തുള്ളവരെ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള എല്ലാ മക്കളിലേക്കും അവിടുത്തെ സ്നേഹം, അവിടുത്തെ കരുണ ഞങ്ങളിലൂടെ പ്രവർത്തിക്കാനും പ്രഘോഷിക്കാനും കരുണയാകാനും ഈശോയെ ഞങ്ങളെ അയക്കണമേ. പരിശുദ്ധാത്മാവേ, അതിനുള്ള കരുത്തും കൃപയും ശക്തിയും ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ